ഹെൽത്ത് കെയർ ആണോ നിങ്ങളുടെ കരിയർ ഓപ്ഷൻ? എങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസും ടെക്നിക്കൽ സ്കിൽസും നിങ്ങളെ തന്നെ സെൽഫ് ബ്രാൻഡിംഗ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസും കറന്റ് വേൾഡിൽ നിങ്ങൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. അക്കാദമിക്സിലും ട്രീറ്റ്മെന്റിലൊക്കെ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കാം. പക്ഷേ ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് ചുറ്റും ഒരു 10 ഡോക്ടേഴ്സ് ഉണ്ടാവാം. സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിലോ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ അവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ യു ഹാവ് ടു ബി ദ ബെസ്റ്റ്. പലരും മേ ബി പുതുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിരിക്കാം. മേ ബി ഒരു ക്ലിനിക്കോ മാനുഫാക്ചറിങ് യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ കറക്റ്റ് ആയിട്ട് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ ഇല്ലാത്തവരായിരിക്കാം. കുറച്ചുപേര് എന്തായാലും ഒരു ജോലിക്ക് പോകണമെന്ന് തീരുമാനിച്ചവരായിരിക്കാം. പല സ്ഥലത്ത് CV അയച്ചിട്ടുണ്ടാവാം, ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. മേ ബി ആ കമ്പനി ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് നിങ്ങളിൽ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാവാം. ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിലുപരി നിങ്ങൾ അപ്സ്കിൽ ചെയ്ത് കാലഘട്ടത്തിന് അനുയോജ്യമായ കോൺഫിഡന്റ് ഡോക്ടേഴ്സിനെ റേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഉദ്ദേശം. ആൻഡ് ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഡോക്ടർ പ്ലസ് തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നതായിരിക്കും.